ഹായ് ഗൈസ്. സോ ഇന്നത്തെ ഒരു സൂപ്പർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മൾ ഗോതർ ചെയ്യാൻ പോകുന്നത്. അത് വാർ, ലെറ്റ്, കോൺസ്റ്റ് എന്നീ 3 കീവേഡിൻ്റെ ഡിഫറൻസാണ്, റിയൽ ഡിഫറൻസാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. പുറമേ നിന്ന് നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഇത് 3 വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ആക്ച്വലി വർക്കിങ്ങിൽ നിറയെ ഡിഫറൻസ് ഉണ്ട്. സോ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗോത്ര ചെയ്യാൻ പോകുന്നത്. എന്താണ് ഡിഫറൻസ് വാർ, ലെറ്റ്, കോൺസ്റ്റ് എന്നുള്ളത്. സോ ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിരുന്നു, നമ്മുടെ കോഴ്സിൽ ലെറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഇന്ന് വേരിയബിൾ ചേഞ്ച് ചെയ്യാന്നൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ നോക്കിയിരുന്നു. പിന്നെ കോൺസ്റ്റ് ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത വേരിയബിൾ കോൺസ്റ്റൻ്റായി തന്നെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ലൈക്ക് വൺസ് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ള നമ്മൾ കോൺസ്റ്റ് നമ്മൾ കണ്ടുവച്ചിരുന്നു. ഓക്കെ, ഇപ്പോൾ ഒരു തേർഡ് കീവേഡും കൂടി ഉണ്ട് ഗൈസ്, അതാണ് വാർ ഓൾസോ ക്രിയേറ്റ്സ് എ വേരിയബിൾ ജസ്റ്റ് ലൈക്ക് ലെറ്റ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ലെറ്റ് ഉള്ളപ്പോൾ വാർ എന്താണെന്നുള്ളത്. സോ വാർ ജാവാസ്ക്രിപ്റ്റ് സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഉള്ളതാണ്. ഓക്കെ, അവൈലബിൾ സിൻസ് എവർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ലെറ്റ് ആൻഡ് കോൺസ്റ്റ് ES6 മുതൽ എന്ന് വെച്ചാൽ 2015 ശേഷം തൊട്ടാണ് അത് രണ്ടും ഉള്ളത്. പക്ഷേ അവൈലബിലിറ്റി മാത്രം പറഞ്ഞ് തീരില്ല. മെയിൻ റിസൾട്ട്സ് എന്ന് വെച്ചാൽ സ്കോപ്പും കൂടി ഉണ്ടായില്ല. ഓക്കെ, സോ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് സ്കോപ്പിൻ്റെ എക്സാമ്പിളും കൂടി എടുക്കാം. സോ ഞാൻ നമ്മുടെ പുതിയൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നുമില്ല, ജസ്റ്റ് ഒരു ആപ്പും ചുമ്മാ ഒരു ഇൻഡെക്സ് ഒരു HTML ക്രിയേറ്റ് ചെയ്ത് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഞാൻ എഴുതാണ് ലെറ്റ് യൂസ് ചെയ്യണം. ലെറ്റ് നെയിം ഈക്വൽ ടു ഞാനിവിടെ എഴുതാണ് സച്ചിൻ എഴുതാണ്. ഓക്കെ, ലെറ്റ് നെയിം ഈക്വൽ ടു സച്ചിൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ എഴുതാണ് ഫങ്ഷൻ ഗെറ്റ് ഡാറ്റ എന്ന് ചുമ്മാ കൊടുക്കാം. ഒരു ഫംഗ്ഷൻ്റെ പേര് ഗെറ്റ് ഡാറ്റ. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എഴുതുന്നത് കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് നെയിം. ആ നെയിം നമ്മൾ കൊടുത്ത നെയിം തന്നെയാണ് ഞാൻ ഇതിനുള്ളിൽ പ്രിൻ്റ് അയക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തു, പക്ഷേ കോൾ ചെയ്തിട്ടില്ല. സോ അതാണ് നമ്മൾ കോൾ ചെയ്യാൻ പോകുന്നത്. അത് സിമ്പിളാണ്, ഗെറ്റ് ഡാറ്റ എന്ന് വിളിച്ചിട്ട് ഞാൻ കോൾ ചെയ്യുന്നു. ഓക്കെ, നമുക്ക് സേവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബ്രൗസറിലൊന്ന് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. കൺസോളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായിട്ട് സച്ചിൻ കിട്ടുന്നത്, ആ നെയിം നമുക്ക് കിട്ടുന്നത്. ഇത് നോർമലാണ്, നെയിം ഗ്ലോബൽ വേരിയബിൾ ആണ്, ഫംഗ്ഷനിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫംഗ്ഷൻ ഇൻസൈഡ് വേരിയബിൾ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണമെങ്കിൽ, സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നെയിം അവിടെ ഇരിക്കട്ടെ. ഞാനിപ്പോൾ ഒരു അടുത്ത വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ്. ലെറ്റ് ഏജ് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യാണ്. സച്ചിൻ്റെ ഏജ് ഞാനിപ്പോൾ തൽക്കാലം എനിക്ക് വലിയ പിടുത്തം പോരാ, എന്നാലും ഞാൻ 40 കൊടുക്കാം. സച്ചിൻ്റെ ഏജ് 40 എന്ന് പറഞ്ഞ് കൊടുക്കാം. എന്നിട്ട് കൺസോൾ ഡോട്ട് ലോഗ് ഞാൻ ഏജ് ആക്കി. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ സേവ് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്യാം. എന്താ വരുന്നത് വെച്ചാൽ 40 നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഏജ് വർക്ക് ആവുന്നുണ്ട്. പക്ഷേ ഫംഗ്ഷൻ്റെ ഔട്ട് സൈഡ് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കൊരു ഈ ഏജ് ഞാൻ എടുത്തിട്ട് കോപ്പി ചെയ്തിട്ട് ഫംഗ്ഷൻ്റെ പുറത്തേക്ക് ഇടാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ സേവ് ചെയ്യാണ്. എന്നിട്ട് ഈ ഏജ് ഞാൻ കമൻറ്റ് ഔട്ട് ചെയ്യാം മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഒരു ഏജ് മതി എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ സേവ് ചെയ്തു. ഞാൻ റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എറർ അടിച്ചു. റെഫറൻസ് എറർ, ഏജ് ഈസ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞു. ഫംഗ്ഷൻ ഇൻസൈഡിൽ ഏജ് വർക്ക് ചെയ്യും, പക്ഷേ ഫംഗ്ഷൻ്റെ പുറത്ത് ഏജ് ആക്സസ് ചെയ്താൽ അത് എറർ അടിക്കും. ഏജ് ഈസ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞു. കാരണം ഏജ് ഉള്ള ഫംഗ്ഷൻ സ്കോപ്പിലുള്ളതാണ്. സോ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ് ആക്ച്വലി ഫംഗ്ഷൻ്റെ ഉള്ളിൽ സ്കോപ്പ് ആക്ച്വലി ഈ പുറത്തേക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ലെറ്റ് എല്ലാം ബ്ലോക്ക് സ്കോപ്പാണ്. ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻ്റെ ഉള്ളിൽ അത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഞാനിവിടെ ലെറ്റ് നെയിം എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഞാൻ ഫംഗ്ഷൻ്റെ പുറത്ത് എഴുതാം. ആദ്യം ലെറ്റ് നെയിം ഈക്വൽ ടു ദ്രാവിഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഐഡിയയിൽ ഓൾറെഡി പറയുന്നുണ്ട് എന്ന് വെച്ചാൽ എറർ അടിക്കും. ആക്ച്വലി സെയിം നെയിം നമുക്ക് ഒരേ സ്കോപ്പിൽ കൊടുക്കാൻ പാടില്ല, അത് എറർ അടിക്കുമെന്ന് നമ്മൾ പറയുന്നുണ്ട്. സോ ഇത് ലെറ്റിൽ പറ്റില്ല, നമുക്ക് സെയിം നെയിം തന്നെ കൊടുക്കാൻ പറ്റില്ല. ഒരേ സ്കോപ്പിൽ നമുക്ക് സെയിം നെയിം തന്നെ കൊടുക്കാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ ഫംഗ്ഷൻ്റെ ഉള്ളിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ ലെറ്റ് നെയിം കൊണ്ട് ദ്രാവിഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. കൺസോൾ ഡോട്ട് ലോഗ് ഞാനിവിടെ ഇത് കൊടുത്തിട്ട് ഇതെടുത്തിട്ട് ഞാൻ നെയിം കൺസോൾ ഡോട്ട് ലോഗിൽ ഞാൻ പ്രിൻറ്റ് ചെയ്യാണ്. എന്നിട്ട് സേവ് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് നെയിം വരുന്നത് എന്നുള്ളത്. സോ നെയിം വരുന്നത് ഇവിടെ ദ്രാവിഡ് ആണ് വരുന്നത്. ഓക്കെ, ഇത് ഷാഡോയിങ് ആണ്. ഇൻസൈഡ് വേരിയബിൾസ് ഔട്ടർ വേരിയബിളിനെ ഓവർറൈഡ് ചെയ്യും, നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് ഓൺലി ഇൻസൈഡ് ദാറ്റ് ഫംഗ്ഷൻ. ആക്ച്വലി ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ ഇത് നടക്കുള്ളൂ എന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ,
ഇനി ബേസിക്കലി മെയിൻ ഡിഫറൻസ് ആണ് വാറിൻ്റെ ആക്ച്വലി. സോ വാർ എന്ന് പറഞ്ഞാൽ ഫങ്ഷൻ സ്കോപ്പ് പ്ലസ് ഗ്ലോബൽ സ്കോപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ലെറ്റ് അല്ലെങ്കിൽ കോൺസ്റ്റ് ബ്ലോക്ക് സ്കോപ്പാണ്. സോ ബ്ലോക്കിൻ്റെ ഉള്ളിൽ ഞാൻ ഡിഫൈൻ ചെയ്തിട്ട് ഈ നെയിം ഞാൻ ഏജ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഈ ബ്ലോക്കിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന് ആക്സസ് ചെയ്യാൻ നോക്കിയാൽ അത് കിട്ടില്ല. കാരണം ലെറ്റും കോൺസ്റ്റും ബ്ലോക്ക് സ്കോപ്പാണ്, വാർ വന്നിട്ട് ഫങ്ഷൻ സ്കോപ്പാണ്. ഓക്കെ, നിങ്ങൾക്ക് സംശയമുണ്ടോ ബ്ലോക്ക് സ്കോപ്പ് മീൻസ് എന്താ ചെയ്യണമെന്നുള്ളത്? കേർലി ബ്രാക്കറ്റ് ഉള്ളടുത്ത് വേരിയബിൾ സ്കോപ്പ് ആണ് ലോക്ക് ആവും ബേസിക്കലി, അതാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇവിടെ ക്ലോസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ എഴുതിയ വേരിയബിൾസ് അതിൻ്റെ ഉള്ളിൽ തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ പുറത്തേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുകയില്ല. ഫംഗ്ഷനിലും ഉണ്ട് ആക്ച്വലി, ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ, ഫംഗ്ഷനിലും മാത്രമല്ല ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സിലും ഉണ്ട്, ലൂപ്സിലുണ്ട്, ട്രൈ ക്യാച്ചിലുണ്ട്, ഇതെല്ലാം ബ്ലോക്ക് സ്കോപ്പായിട്ട് എടുക്കുള്ളൂ. സോ ലെറ്റ് ആൻഡ് കോൺസ്റ്റ് ബ്രേസസിനൊപ്പം ബിഹേവ് ചെയ്യും. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ ഞാൻ എഴുതി നെയിം, എന്നിട്ട് ഞാൻ എഴുതാണ് ഇഫ് നെയിം ഈക്വൽ ടു ഞാൻ എഴുതാണ് സച്ചിൻ തന്നെയാണ് എന്നുണ്ടെങ്കിൽ ഞാനിവിടെ എഴുതാണ് വാർ എടുക്കാം, വാർ ഞാൻ കമൻ്റ് ഔട്ട് ചെയ്യാം. var hobbies equal to array. കോൺസ്റ്റ് ആക്കാൻ കളിക്കാം, ചേഞ്ച് ചെയ്യുന്നില്ലല്ലോ നമ്മൾ, നെയിം വേരിയബിൾ ചേഞ്ച് ചെയ്യുന്നില്ല. ഈക്വൽ ടു മാക്സ് ആണെങ്കിൽ സച്ചിൻ്റെ ഹോബീസ് എന്താണെന്ന് വെച്ചാൽ സ്പോർട്സ് ഞാൻ എഴുതാം, പിന്നെ ആൾ കുക്കിങ്ങും കൂടി എഴുതാം. സ്പോർട്സ് കുക്കിംഗ്. ഓക്കെ, ഇനി കൺസോൾ ഡോട്ട് ലോഗ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഹോബീസ് എഴുതാം. കൺസോൾ ഡോട്ട് ലോഗ് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഹോബീസ് ഒന്ന് സേവ് ചെയ്യാം, എന്നിട്ടൊന്ന് റീലോഡ് ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് രണ്ട് വേറെ കിട്ടി, സ്പോർട്സ് കുക്കിങ്ങും ബേസിക്കലി കിട്ടുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ഈ കൺസോൾ ഡോട്ട് ലോഗ് ഞാൻ എടുത്തിട്ട് ഞാൻ പുറത്തേക്ക് ഇട്ടാണ്, എന്നിട്ട് ഞാൻ സേവ് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് ആക്സസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പുറത്ത് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് വേരിയബിൾ ഇത് ആക്സസ്. സോ നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് തോന്നും ഇത് വർക്ക് ചെയ്യുന്നുള്ളത്. ഓക്കെ, സോ വാർ ബേസിക്കലി നമുക്ക് ബ്ലോക്ക് സ്കോപ്പ് അല്ല, അതുകൊണ്ടാണ് നമുക്കിത് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്, പുറത്ത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾക്ക് സംശയം തോന്നും ആക്ച്വലി ഇത് എപ്പോഴാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്, ലൈക്ക് ഇത് വർക്ക് ചെയ്യും. സോ എപ്പോഴാണ് നമുക്ക് വാർ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. സോ ബിക്കോസ് വാർ ഡസൻ കെയർ അബൌട്ട് ഇഫ് ബ്ലോക്ക് ഫങ്ഷൻ, അല്ലെങ്കിൽ വാർ ബിക്കോസ് ബേസിക്കലി ഗ്ലോബൽ സ്കോപ്പായി മാറും. സോ ഹോബീസ് ഗ്ലോബലി അവൈലബിൾ ആയി തന്നെ നമുക്ക് ലീക്ക് ചെയ്യപ്പെടും. ആക്ച്വലി ഈ വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഗ്ലോബലായി തന്നെ ഇത് ലീക്ക് ചെയ്യപ്പെടും. സോ നൗ നമുക്കൊരു കാര്യം ചെയ്യാം, സെയിം തിങ് തന്നെ നമുക്ക് ലെറ്റ് നോക്കാം. ഓക്കെ, ലെറ്റ് ഞാൻ എഴുതി, എന്നിട്ട് ഞാനിവിടെ ഇത് ഞാൻ കമൻ്റ് ഔട്ട് ചെയ്തു. എന്നിട്ട് ഈ ഹോബീസ് എടുത്ത് ഞാൻ ഫങ്ഷൻ്റെ ഉള്ളിൽ എഴുതി സേവ് ചെയ്യാം, ഒന്ന് റീലോഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വാല്യൂസ് കിട്ടുന്നുണ്ട്. സ്പോർട്സും കുക്കിങ്ങും നമുക്ക് അറേയുടെ വാല്യൂസ് കിട്ടുന്നുണ്ട്. എന്നിട്ട് ഞാനൊരു കാര്യം ചെയ്തതെന്ന് വെച്ചാൽ ഈ പുറത്തെ കൺസോൾ ലോഗ് അൺകമൻ്റ് ചെയ്തിട്ട് ഉള്ളിലത്തെ കൺസോൾ ലോഗ് കമൻ്റ് ഔട്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ഒന്ന് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട്, എറർ അടിച്ചു, ഹോബീസ് ഈസ് നോട്ട് ഡിഫൈൻഡ്. ഈ ഹോബീസ് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ന് എറർ അടിച്ചു. കാരണം ലെറ്റ് ബ്ലോക്ക് സ്കോപ്പ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു, ഹോബീസ് ഓൺലി എക്സിസ്റ്റ് എവിടെയാണ് അതിൻ്റെ ആക്സസ് ഉള്ളത്, ഇൻസൈഡ് ദി ഇഫ് ബ്ലോക്കിൻ്റെ ഉള്ളിൽ മാത്രമാണ് അതിൻ്റെ ഹോബീസിൻ്റെ ആക്സസ് ഉള്ളത്. പുറത്തേക്ക് കൊണ്ടുവന്നാൽ അത് എറർ അടിക്കും. സോ ഇൻസൈഡ് ദി ബ്ലോക്ക് ഓക്കെ ആണ്, ഔട്ട്സൈഡ് ദി ബ്ലോക്ക് നോട്ട് ഓക്കെ ആണ് നമുക്ക് പറയാൻ പറ്റും ഇതിൽ. ഓക്കെ, സോ നമുക്ക് നിങ്ങൾ ചോദിക്കും ആക്ച്വലി ബ്ലോക്ക് സ്കോപ്പ് ഗുഡാണോ അല്ലയോ എന്നുള്ളത്. ആക്ച്വലി ഇത് ഗുഡാണെന്ന് ഞാൻ പറയുള്ളൂ, ഇത് ആക്ച്വലി ബെസ്റ്റ് പ്രാക്ടീസ് ആണ് ഗൈസ്. സോ ബിക്കോസ് ഇഫ് യു ഡിക്ലെയർ സംതിങ് ഇൻസൈഡ് ദി ഇഫ് ബ്ലോക്ക് ആസ് എ ഡെവലപ്പർ, മൈ എക്സ്പെക്ടേഷൻസ് ഇത് ബ്ലോക്കിൽ മാത്രം യൂസ് ചെയ്യാനുള്ളതാണ് എന്നാണ് എൻ്റെ എക്സ്പെക്ടേഷൻ. സോ വാർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സിഡൻ്റലി എന്തെങ്കിലും കോഡ് ലീക്ക് ആവാൻ ചാൻസ് ഉണ്ട്, അൺഇൻറ്റൻറ്റഡ് ബിഹേവിയർ വരാം. സോ ഡീബഗിങ് ഒക്കെ ഭയങ്കര നൈറ്റ് മെയർ ആയിട്ട് മാറും ആക്ച്വലി. സോ ലെറ്റ് അല്ലെങ്കിൽ കോൺസ്റ്റ് ഫോഴ്സ് യു ടു റൈറ്റ് ക്ലീനർ കോഡ് എന്ന് ഞാൻ പറയും. ഓക്കെ, സോ ഇഫ് യു വാണ്ട് ടു യൂസ് ദി ഹോബീസ് ലേറ്റർ ടു ദെൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഹോബീസ് നിങ്ങൾക്ക് ഈ ഹോബീസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാർ യൂസ് ചെയ്യേണ്ട, അതിന് പകരം ഇത് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്താലും മതി. എന്നിട്ട് ഈ ലെറ്റ് ഇവിടെ ഡിക്ലെയർ ചെയ്ത് എടുത്ത് മാറ്റാം. അപ്പോൾ സെയിം വേരിയബിൾ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനും പറ്റും. സോ ഇതൊരു മെത്തേഡാണ്. സോ നമുക്ക് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വാല്യൂ കിട്ടുന്നുണ്ട്.
കണ്ടോ? സോ ഇത് വർക്ക് ചെയ്യും. കാരണം ഔട്ടർ സ്കോപ്പ് വേരിയബിൾസ് ഇന്നർ സ്കോപ്പിൽ ആക്സസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഔട്ടർ സ്കോപ്പിലുള്ള വേരിയബിൾസിനെ ഇന്നർ സ്കോപ്പിലേക്ക് നമുക്ക് എന്ത് വെച്ചാൽ ആക്സസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇന്നർ ബ്ലോക്കിലുള്ളത് നമുക്ക് ഔട്ടർ ബ്ലോക്കിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. ഇത് ഇന്നർ ബ്ലോക്കാണ്, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിലേക്ക് മാത്രം കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. സോ നമ്മൾ നേരത്തെ എഴുതിയ പോലെ ഏജ് ഇതിനുള്ളിലാണ്, പുറത്തേക്ക് കൊണ്ടുവരാൻ നോക്കിയാൽ എറർ അടിക്കും. ഓക്കെ, ഇനി റീഡിക്ലെയർ ബിഹേവിയറും കൂടി ഉണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ കോൺസ്റ്റ് അല്ലെങ്കിൽ ലെറ്റിന് ഞാനിവിടെ ലെറ്റ് എഴുതിയാൽ തന്നെ ലെറ്റ് നെയിം ആക്കാം, അല്ലെങ്കിൽ ലെറ്റ് ഹോബീസ് ഉണ്ട്, ഞാനിവിടെ തന്നെ എഴുതാം ലെറ്റ് ഹോബീസ്. ഞാൻ രണ്ടാമത് ഇടുകയാണെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കിത് കൊടുക്കാൻ പറ്റില്ല. കാരണം അത് സെയിം നെയിം അലൗഡ് അല്ല സെയിം സ്കോപ്പിൽ. പക്ഷേ ഞാനിവിടെ വാറാക്കി ഒരു എക്സാമ്പിൾ, വാർ ഹോബീസ് എടുത്തു, അല്ലെങ്കിൽ വേണ്ട ഇവിടെ കാണിച്ചെടുത്താൽ മനസ്സിലാവില്ല, നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ലെറ്റ് ഇത് നെയിം എടുത്തു, വാർ നെയിം സച്ചിൻ, എന്നിട്ട് എഴുതി വാർ നെയിം ദ്രാവിഡ്, ഞാൻ എഴുതി സേവ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ നെയിം ഞാനൊന്ന് പ്രിൻ്റ് ഔട്ട് ചെയ്യാം. സേവ് ചെയ്യാം. ഓക്കെ, എന്നിട്ടൊന്ന് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദ്രാവിഡ് കിട്ടി. ബേസിക്കലി നെയിം എന്ന് വെച്ചാൽ ദ്രാവിഡ് കിട്ടി. ഇത് അൺഡിഫൈൻഡ് വന്നതെന്ന് വെച്ചാൽ ഇത് കൺസോൾ ലോഗ് ഹോബീസ് അൺഡിഫൈൻഡ് ആണ്. കാരണം ഹോബീസ് ഡിഫൈൻ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അൺഡിഫൈൻഡ് വന്നത്. കാരണം ഇവിടെ ചെക്ക് ചെയ്യുന്നു നെയിം സച്ചിനാണോ വെച്ചാൽ സച്ചിൻ അല്ല. സോ ഇഫ് കണ്ടീഷൻ ഫോൾസ് ആയി, അതിന് ശേഷം നമ്മൾ നെയിം പ്രിൻറ്റ് ചെയ്യുന്നു. നെയിം ലാസ്റ്റത്തെ ഏതെന്ന് വെച്ചാൽ ദ്രാവിഡാണ് എടുത്തത്. കാരണം അത് ലേറ്റസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അത് ഓവർറൈഡ് ചെയ്തിട്ട് ലാസ്റ്റ് വാല്യൂ വെച്ചാൽ അതാണ് എടുക്കുന്നത്. സോ ലെറ്റ് ക്യാച്ചസ് മിസ്റ്റേക്സ് ഏർലി എന്ന് എനിക്ക് പറയാൻ പറ്റും. നമ്മളിവിടെ വാറിന് ഒരു ലെറ്റ് തന്നെ കൊടുത്തു, പിന്നെ ഇവിടെയും ലെറ്റ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അത് മാച്ച് ചെയ്യും. ആക്ച്വലി സെയിം വേരിയബിൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഐ പ്രിഫർ ടു യൂസ് ലെറ്റ് ആൻഡ് കോൺസ്റ്റന്റ് ഇൻസ്റ്റെഡ് ഓഫ് വാർന്ന് ഞാൻ പറഞ്ഞു വയ്ക്കും. ഓക്കെ, സോ ഇതാണ്. ഇനിയൊരു ഒരെണ്ണം കൂടി നമുക്ക് ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ ലാസ്റ്റ് കേർലി ബ്രേസസ് എലോൺ മാത്രം ക്രിയേറ്റ് ചെയ്ത് ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അത് നിങ്ങൾക്ക് പറ്റും. ഞാൻ കാണിച്ചു തരാം, ഒരു എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ എഴുതുകയാണ് ഒരു കേർലി ബ്രാക്കറ്റ് ഇട്ടിട്ട്, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതല്ല ലെറ്റ് ടെസ്റ്റ് ഈക്വൽ ടു ഞാനിവിടെ എന്ന് വെച്ചാൽ ഹായ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു ടെസ്റ്റ്. എന്നിട്ട് ഞാനിവിടെ ഈ കൺസോൾ ഡോട്ട് ലോഗ് എടുത്തിട്ട് ഇവിടെ ഇട്ടിട്ട് ഞാനിവിടെ ടെസ്റ്റ് പ്രിൻറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ സേവ് ചെയ്ത് നമ്മളൊന്ന് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിക്കും ടെസ്റ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് എന്നും പറഞ്ഞ് അടിക്കും. സോ ബേസിക്കലി ബ്രേസസ് ഉള്ളിടത്ത് ബ്ലോക്ക് സ്കോപ്പ് ആക്കി മാറ്റും. സോ ലെറ്റ് അല്ലെങ്കിൽ കോൺസ്റ്റ് ബിലോങ്സ് ടു ഓൺലി ദാറ്റ് ബ്ലോക്ക് ആക്ച്വലി. സോ ഈ ലെറ്റ് നമ്മൾ എഴുതിയത് ഈ ബ്ലോക്കിനുള്ളിൽ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ, അത് പുറത്ത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഫൈനൽ കൺക്ലൂഷൻ ഞാൻ പറഞ്ഞു വയ്ക്കുകയാണെങ്കിൽ മോഡേൺ ജാവാസ്ക്രിപ്റ്റിൽ യൂസ് ഓൺലി ലെറ്റ് ആൻഡ് കോൺസ്റ്റ് എന്ന് ഞാൻ പറയും. പരമാവധി നിങ്ങൾ വാർ അവോയ്ഡ് ചെയ്യില്ല, വാർ യൂസ് ചെയ്യാൻ വേണ്ട എന്ന് ഞാൻ പറയുള്ളൂ. ഓക്കെ, സോ വാർ സ്റ്റിൽ എക്സിസ്റ്റ്. നിങ്ങൾ ചോദിക്കുമ്പോൾ വാർ എക്സിസ്റ്റ് ആണല്ലോ എന്നുള്ളത്. വാർ സ്റ്റിൽ എക്സിസ്റ്റ് ബിക്കോസ് ബ്രൗസർ കനോട്ട് റിമൂവ് ഇറ്റ്. കാരണം പഴയ സൈറ്റ്സൊക്കെ ഓൾറെഡി ഈ വാറിൽ ഇത് കോഡ് ചെയ്തിട്ടുണ്ടാവും. സോ ഞാനിപ്പോൾ പഴയ ഏതെങ്കിലും ഒരു ABC സൈറ്റ് എടുത്തിട്ട് ഗൂഗിൾ ക്രോമിൽ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വാർ അവർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് എൻ്റെ ആ സൈറ്റ് അങ്ങനെ തന്നെ ക്രാഷ് ആയി പോകും. സോ അത് ക്രാഷ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പഴയ കോഡും അവർ കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് വാർ ആക്ച്വലി ഇപ്പോഴും വർക്ക് ആവുന്നത് നമ്മുടെ ബ്രൗസറിൽ. ഓക്കെ, സോ വാർ സ്റ്റിൽ ഇസ് ഇൻ ലാംഗ്വേജ് ഉണ്ടെന്ന് പറഞ്ഞാൽ ലാംഗ്വേജിലുണ്ട്, ബട്ട് നമ്മളിപ്പോൾ കറൻറ്റ്ലി യൂസ് ചെയ്യില്ല. നമ്മൾ യൂസ് ചെയ്യുന്നത് ലെറ്റും കോൺസ്റ്റും മാത്രമാണ്. ഓക്കെ, സോ ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ഇൻ്റർവ്യൂവിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ഡിഫറൻസ് ബിറ്റ്വീൻ ലെറ്റ് ആൻഡ് കോൺസ്റ്റ് ആൻഡ് വാർ ബേസിക്കലി. സോ അല്ലെങ്കിൽ ലെറ്റ് ആൻഡ് കോൺസ്റ്റ് വയ്ക്കും, അല്ലെങ്കിൽ വാർ ആൻഡ് ലെറ്റ് വയ്ക്കും, അങ്ങനത്തെ ഒരു കോമ്പിനേഷനിൽ വരും. ഡിഫറൻസസ് ചോദിച്ചിട്ട് ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും. സോ അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. പിന്നെ ഇൻ്റർവ്യൂവിന് മാത്രമല്ല, നമ്മൾ ആപ്ലിക്കേഷൻ നമ്മൾ ലെറ്റും കോൺസ്റ്റും വെച്ച് എഴുതുമ്പോൾ അതും നിങ്ങൾ ആലോചിക്കുക എന്തുകൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഞാനത്തെ വീഡിയോ റാപ്പപ്പ് ചെയ്യുകയാണ്, ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. സോ ഇതാണ് ഡിഫറൻസ്. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് എ ലോട്ട്, ബൈ.